അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി മദ്ദുനിയ ഫിൽ ആഖിറ ഇല്ലാ കമാ യജലു അഹദുക്കും ഇസ്ബാഹു ഫിൽ യമ്മി ഫൽയൻലുർ ബിമ യർജിഅ. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകത്തിൻ്റെ അവസ്ഥ നിങ്ങളിലൊരാൾ സ്വന്തം വിരൽ സമുദ്രത്തിൽ മുക്കിയെടുത്തതുപോലെയാണ്. എന്തുമായാണ് അത് മടങ്ങിയത് എന്ന് അവൻ നോക്കട്ടെ. ഇഹലോകത്തിൻ്റെ നശ്വരതയെയും നിസ്സാരതയെയും സൂചിപ്പിക്കുന്ന ധാരാളം ഖുർആനിക വചനങ്ങളെയും ഹദീസുകളെയും നമുക്ക് കാണാൻ കഴിയും. പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതം. പരലോക ജീവിതം എന്നത് ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും നിലക്കാത്ത, തീർന്നു പോവാത്ത ജീവിതമാണ്. ഇഹലോകമാകട്ടെ എപ്പോൾ തീർന്നു പോകും, അവസാനിക്കുമെന്നതിന് ഒരു ഉറപ്പുമില്ലാത്ത ജീവിതവുമാണ്. ഇഹലോകമെന്നാൽ ഉറക്കിനിടയിൽ സുന്ദരമായ സ്വപ്നം കാണുകയും പെട്ടെന്ന് ഉണരുകയും ചെയ്യുന്നത് പോലെ മാത്രമാണ് എന്ന് ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല പറയുകയുണ്ടായിട്ടുണ്ട്. ഇബ്നു സമ്മാക്ക് റഹിമഹുല്ല വളരെ മനോഹരമായ ഒരു സംസാരം ദുനിയാവുമായി ബന്ധപ്പെട്ട്, ഇഹലോകവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദുനിയ കുല്ലുഹ ഖലീൽ, ഇഹലോകം മൊത്തത്തിൽ കുറഞ്ഞതാണ്, കുറച്ചേയുള്ളൂ. വല്ലദി ബഖിയ മിൻഹ ഖലീൽ, അതിൽ ഇനി അവശേഷിക്കുന്നത് വളരെ കുറച്ചാണ്. വല്ലദി ലക്ക മിനൽ ബാഖി ഖലീൽ, ആ അവശേഷിക്കുന്നതിൽ നിനക്കുള്ളത് വളരെ കുറച്ചാണ്. വലം യബ്ഖ മിൻ ഖലീലിക ഇല്ലാ ഖലീൽ, നിനക്കുള്ള കുറച്ചു ഭാഗത്തിൽ ഇനി ബാക്കിയുള്ളതാകട്ടെ വളരെ കുറച്ചാണ്. ദുനിയാവ് വളരെ നിസ്സാരമാണ്, കുറച്ചേയുള്ളൂ. അതിൽ ഇനി ബാക്കിയുള്ളത് വളരെ കുറച്ചാണ്. നിനക്ക് ബാക്കിയുള്ളത് അതിലും കുറച്ചാണ്. നിനക്ക് ബാക്കിയുള്ളത് വീണ്ടും കുറച്ചാണ്. ദുനിയാവിൻ്റെ നിസ്സാരതയെ സംബന്ധിച്ച ചിന്തനീയമായ സംസാരമാണ് ഇബ്നു സമ്മാക്ക് റഹിമഹുല്ലയിൽ നടത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ ഖൗം ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മത്താഅ്, എൻ്റെ ജനങ്ങളെ, ഈ ഐഹിക ജീവിതം ഒരു താൽക്കാലിക വിഭവം മാത്രമാണ്. വൈനൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, നിശ്ചയമായും പരലോകമാണ് സ്ഥിരവാസത്തിനുള്ള ഭവനം. സ്ഥിരവാസം ഭൂമിയിൽ ആർക്കുമില്ല. എത്ര തന്നെ ആയുസ് ദീർഘിച്ചു കിട്ടിയാലും ഭൂമിയിൽ ആയുസ്സിൻ്റെ അന്ത്യമായി മരണം സംഭവിക്കുക തന്നെ ചെയ്യും. ദാറുൽ ഖറാർ, നിത്യമായി വസിക്കാനുള്ള ഇടം പരലോകമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ മത്താഅ്, ഖുർആൻ വീണ്ടും പറയുന്നു, പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോക ജീവിതം നിസ്സാരമായ ഒരു സുഖാനുഭവം മാത്രമാണ് എന്ന്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, പരലോകമാണ് ഉത്തമവും എന്നെന്നും ബാക്കിയാകുന്നതും എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിനാൽ എന്നെന്നും ബാക്കിയാകുന്ന പരലോകത്തിന് വേണ്ടി പണിയെടുക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ഹദീസിൽ പറയുന്നത്, പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകം സമുദ്രത്തിൽ ഒരു വിരൽ മുക്കുന്നത് പോലെയാണ് എന്നാണ്. ആ വിരലിൽ ഒരു തുള്ളിയോ ഏതാനും തുള്ളികളോ ജലം മാത്രമാണ് ലഭിക്കുക. ആ തുള്ളി മാത്രമുള്ള ജലത്തിനെ പോലെയാണ് ഇഹലോകം. എന്നാൽ ആ വിരൽ മുക്കിയെടുത്തത് ഏതൊരു സമുദ്രത്തിലാണോ ആ സമുദ്രത്തെ പോലെയാണ് പരലോകമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇഹലോകം അത്രമേൽ തുച്ഛമാണ്, നിസ്സാരമാണ്. പരലോകം അത്രയേറെ വിശാലമാണ്, അത്രയേറെ വ്യാപ്തിയുള്ളതാണ്. അതാണ് നിലനിൽക്കുന്നത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്. അതിനാൽ പരലോകത്തെ സ്നേഹിക്കാനും പരലോക വിജയത്തിന് വേണ്ടി സ്വയം മുന്നോട്ട് വരാനും നന്നായി അധ്വാനിക്കാനും പണിയെടുക്കാനും കഴിയണം. ഈ തുള്ളി മാത്രം വരുന്ന ജീവിതത്തിന് വേണ്ടി വിശാലമായ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നവർ, കടലിനോളം അതിനേക്കാൾ വിശാലമായ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നവർ വലിയ ഭാഗ്യം കെട്ടവരാണ്. അക്കൂട്ടത്തിൽ പെടാതിരിക്കണം. പരലോക രക്ഷയ്ക്ക് വേണ്ടി പണിയെടുക്കണം. എന്നിട്ട് ആ സമുദ്രം നേടിയെടുക്കണം. ഈ ജലത്തുള്ളികളിലൂടെ മാത്രമേ അത് നേടിയെടുക്കാൻ കഴിയൂ.
അതിനാൽ ഇഹലോകത്തു നിന്ന് പരലോക വിജയം നേടിയെടുക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.